friends, welcome to our channel Knowledge Factory UPSC. നമുക്കിന്ന് കുറച്ച് മാപ്പ് വർക്കിലേക്ക് നോക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ലേക്സും അതേപോലെ ആ ലേക്സിനെ കവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സറൗണ്ട് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ലേക്ക് വിക്ടോറിയയെക്കുറിച്ച് നോക്കാം. Let's see Lake Victoria in great detail. It's located at the continent of Africa. It's located at the continent of Africa between the countries of, first one is Uganda, second one is Kenya, and the third one is none other than Tanzania. Okay, so which are the countries that surrounds our Lake Victoria? First one is Uganda, second one is Kenya, and the third one is Tanzania. Okay, അപ്പോൾ ലേക്ക് വിക്ടോറിയ കവർ ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഉഗാണ്ട, കെനിയ ആൻഡ് ടാൻസാനിയ. ഈ സൈഡിൽ അതിൻ്റെ ഫ്ലാഗ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലാഗ്സും ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാം. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് lake. First of all, we are going to discuss about Lake Superior, Lake Huron, Lake Michigan, Lake Erie, Lake Ontario. ഓക്കെ, ഈ ലേക്സ് എല്ലാം തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബിറ്റ്വീൻ കാനഡ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിരുന്ന ലേക്ക് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ലേക്ക് സുപ്പീരിയർ, and the second one is Lake Michigan, and the third one is Lake Huron, and the fourth one is Lake Erie, and the fifth one is Lake Ontario. Okay, അപ്പോൾ ഈ ലേക്സ് ആണ് എന്ത് ചെയ്യുന്നത്? കാനഡയുടെയും US-ൻ്റെയും ഇടയിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലേക്ക് മിക്കഗാനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇറ്റ്സ് ലൊക്കേറ്റഡ് കംപ്ലീറ്റ്ലി ഓൺ ദ US. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെയാണ് ഈ ലേക്ക് മിക്കഗാൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഒരു റിവറുണ്ട്, സെൻറ്റ് ലോറൻസ് റിവർ. ഓക്കെ, ഈ റിവർ ഇറ്റ് സെപ്പറേറ്റ്സ്, നമുക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ് സെപ്പറേറ്റ്സ് എ പോർഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് കാനഡ. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയും കാനഡയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിൽ ഒരു പാർട്ട് എന്താണ്? നമ്മുടെ സെൻറ്റ് ലോറൻസ് റിവറാണ്. ഓക്കെ, ഇതും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ലേക്കിലേക്ക് പോകാം. ഇറ്റ് ഈസ് നൺ അതർ ദാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ലേക്ക് ബൈക്കൽ. ഓക്കെ, ഇതാണ് ലേക്ക് ബൈക്കൽ. ഒരു ആൾമോസ്റ്റ് ഒരു സി ഷേപ്പിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ലേക്ക് ബൈക്കൽ. ഇറ്റ് ഈസ് ഓൺ വിച്ച് കൺട്രി? ഇറ്റ്സ് ഓൺ റഷ്യ. ഓക്കെ, അപ്പോൾ ലേക്ക് ബൈക്കൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് രാജ്യത്താണ്? ഇറ്റ് ഈസ് ഓൺ നൺ അതർ ദാൻ റഷ്യ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ലേക്കിലേക്ക് പോകാം. ലേക്ക് മലാവി. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ലേക്ക് തന്നെയാണ്, കാരണം ദിസ് ഈസ് ലൊക്കേറ്റഡ്, ലേക്ക് മലാവിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അറ്റ് ദി നോർത്തേൺ സൈഡ് ഓഫ് മലാവി. ഓക്കെ, മലാവി എന്ന് പറയുന്നത് ഒരു കൺട്രിയാണ്. ഓക്കെ, അപ്പോൾ കൺട്രിയുടെ ഈ മലാവി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആൾമോസ്റ്റ് നോർത്തേൺ പോർഷനിലാണ് എന്തുള്ളത്? നമ്മുടെ ലേക്ക് മലാവി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ലേക്ക് മലാവി ഈസ് സറൗണ്ടഡ് ബൈ മലാവി, ടാൻസാനിയ, മൊസാംബി. ഓക്കെ, അപ്പോൾ ലേക്ക് മലാവിയിലൊക്കെ സറൗണ്ട് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് നൺ അതർ ദാൻ അവർ മലാവി, സെക്കൻഡ് വൺ ഈസ് മൊസാംബി, ആൻഡ് തേർഡ് വൺ ഈസ് Tanzania. Okay, I hope it is also very clear to you. Let's see, next one is Caspian Sea. Okay, the Caspian Sea എന്ന് പറയുന്നത് ഒരു വലിയ ലേക്കാണ്, ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഹിയർ ഓൾമോസ്റ്റ്, ആൻഡ് the Caspian Sea is surrounded with 5 countries, and the first one is Kazakhstan. Okay, second one is Russia, we can find Russia here, and the third one is Turkmenistan, fourth one is Azerbaijan, and the fifth one is Iran. Okay, so Caspian Sea സറൗണ്ട് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കസാഖസ്ഥാൻ, സെക്കൻഡ് വൺ ഈസ് റഷ്യ, തേർഡ് വൺ ഈസ് തുർക്ക്മെനിസ്ഥാൻ, ഫോർത്ത് വൺ ഈസ് അസർബൈജാൻ, ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് റഷ്യ. ഓക്കെ, I hope it is also very clear to you. Let's see next lake,
that is Lake Tanganyika. Okay, let's see the location of Lake Tanganyika. Lake Tanganyikയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഹിയർ ആണ്. ഓക്കെ, ഈ കൊടുത്തേക്കുന്നതാണ്, ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ലേക്ക് ടാങ്കനൈക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലേക്ക് ടാങ്കനൈക്ക ഏതൊക്കെ രാജ്യങ്ങളാലാണ് സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ബുറൂണ്ടി. ഓക്കെ, ബുറൂണ്ടിയുടെ ലൊക്കേഷൻ ഇവിടെയാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടാൻസാനിയ. ടാൻസാനിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത രാജ്യമാണ്, ഇത് ഇവിടെയാണ് ടാൻസാനിയ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് സാംബിയ. സാംബിയ സൗത്തേൺ സൈഡിലാണ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഓക്കെ, അത് ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രാജ്യങ്ങളുടെ ഇടയിൽ, ദാറ്റ് മീൻസ് ഈ 4 രാജ്യങ്ങളുടെ ഇടയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലേക്കാണ് എന്തെന്ന് പറയുന്നത്, ലേക്ക് ടാങ്കനൈക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ഫസ്റ്റ് വൺ ഈസ് ബറൂണ്ടി, സെക്കൻഡ് വൺ ഈസ് ടാൻസാനിയ, തേർഡ് വൺ ഈസ് സാംബിയ, and the fourth one is Democratic Republic of Congo. Okay, I hope it is also very clear to you. Next lake we are going to discuss is in Canada, and the most important lakes in Canada are, first one is Great Bear Lake. Okay, and the second one is Great Slave Lake. Okay, ഇത് ഈ പറഞ്ഞിരിക്കുന്നതാണ് ഗ്രേറ്റ് ബിയർ ലേക്കും ഗ്രേറ്റ് സ്ലേവ് ലേക്കും. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ബിയർ ലേക്ക് ഏതാണ്? ഇതാണ് ഗ്രേറ്റ് ബിയർ ലേക്ക്, ഇതാണ് ഗ്രേറ്റ് സ്ലേവ് ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ളി ഇൻ കാനഡയാണ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ബിയർ ലേക്ക് ആൻഡ് ഗ്രേറ്റ് സ്ലേവ് ലേക്ക് ഈസ് ലൊക്കേറ്റഡ് മെയിൻലി ഇൻ കാനഡ. ഓക്കെ, ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലേക്ക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ലേക്ക് ടാങ്കനൈക്ക. ഓക്കെ, ലേക്ക് ടാങ്കനൈക്ക ഏതൊക്കെ രാജ്യങ്ങളുടെ ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ലേക്ക് ടാങ്കനൈക്ക ഈസ് ലൊക്കേറ്റഡ് മെയിൻലി ബിറ്റ്വീൻ ബൊളീവിയ ആൻഡ് പെറു. ഓക്കെ, ബൊളീവിയ ആൻഡ് പെറു. ഓക്കെ, ഇൻ മാപ്പ് വി ക്യാൻ സേ ദാറ്റ് ദ ബൊളീവിയ ഈസ് ലൊക്കേറ്റഡ് ഓൾമോസ്റ്റ് ഹിയർ ആൻഡ് പെറു ഈസ് ലൊക്കേറ്റഡ് ഹിയർ. ഓക്കെ, അപ്പോൾ ബൊളീവിയയുടെയും പെറുവിൻ്റെയും ലൊക്കേഷൻ മനസ്സിലായല്ലോ. ബൊളീവിയ എന്ന് പറയുന്നത് എവിടെയാണ്? ഓൺ ദി right side of the Lago Tanganyika, and Peru is located on the left hand side of Lago Tanganyika or Lake Tanganyika. Okay, I hope it is also very clear to you. Next lake നമുക്ക് നോക്കാം. It is Lake Winnipeg. Okay, Lake Winnipeg is located entirely in which country? Canada. Okay, അപ്പോൾ ലേക്ക് വിന്നിപ്പെഗ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് സറൗണ്ടഡ് വിത്ത് കാനഡ. ഇതെല്ലാം കാനഡയാണ്. ഓക്കെ, അപ്പോൾ ലേക്ക് വിന്നിപ്പെഗ് ഏത് രാജ്യത്താണ്? ഇറ്റ് ഈസ് ഓൺ കാനഡ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഓൾസോ ക്ലിയർ ടു യു. ലാസ്റ്റ് ലേക്ക് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് ഗ്രേറ്റ് സാൾട്ട് ലേക്ക്. ഓക്കെ, ഗ്രേറ്റ് സാൾട്ട് ലേക്ക് ഏത് രാജ്യത്താണ്? As per the map we can find that it is on United States of America. ഓക്കെ, അമേരിക്കയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഒരു ചെറിയ ലേക്കാണ് എന്തെന്ന് പറയുന്നത്, ഗ്രേറ്റ് സാൾട്ട് ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് സാൾട്ട് ലേക്ക് ഏത് രാജ്യത്താണ്? ഇറ്റ് ഈസ് ഓൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ലേക്സും അതേപോലെ ലേക്സിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളും. നമുക്ക് വേണമെങ്കിൽ തന്നെ ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലേക്ക് വിക്ടോറിയ സറൗണ്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഉഗാണ്ട, കെനിയ ആൻഡ് ടാൻസാനിയ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കാനഡയുടെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയും ഇടയിലുള്ള ലേക്സ് ആണ്. ദേ ആർ ലേക്ക് സുപ്പീരിയർ, ലേക്ക് മിക്കിഗാൻ, ലേക്ക് ഹുറോൺ, ലേക്ക് എറി ആൻഡ് ലേക്ക് ഒൻറ്റാരിയോ. ലേക്ക് ബൈക്കൽ എവിടെയാണ്? ഇറ്റ് ഈസ് ഓൺ റഷ്യ. പിന്നെ ലേക്ക് മലാവി ഈസ് ലൊക്കേറ്റഡ് ഓർ ഇറ്റ് ഈസ് സറൗണ്ടഡ് വിത്ത് മലാവി, മൊസാംബിക്, ടാൻസാനിയ. ഓക്കെ, ലേക്ക് കാസ്പിയൻ സി ഈസ് ലൊക്കേറ്റഡ് around Kazakhstan, Russia, Turkmenistan, Azerbaijan and Iran. Then Lake Tanganyika is surrounded with Burundi, Tanzania, Zambia, Democratic Republic of Congo. Then we have already discussed Great Bear Lake and Great Slave Lake in Canada. Next we have already discussed Lake Tanganyika between Bolivia and Peru. Then Lake Winnipeg in between Canada,
And the last we have already discussed about our Great Salt Lake, which is situated in United States of America. Okay. പിന്നെ നമ്മുടെ പ്രീമിയം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 8189250988 എന്ന നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പർ, ഇന്ത്യൻ എക്സ്പ്രസ്, അതേപോലെ അതിൻ്റെ ഡെയിലി അനലൈസിസ്, പിന്നെ കറണ്ട് അഫെയേഴ്സ്, മാഗസീൻസ്, ഇമാതിരിയെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ ₹200 for 1 year അതാണ് നമ്മുടെ ചാർജ് എന്ന് പറയുന്നത്. ഇതൊരു വലിയ ചാർജൊന്നുമല്ല. കാര്യം 50 പൈസ ഫോർ 1 day അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കാവുന്നത്. It will be very beneficial for your exams in UPSC as well as PSC examinations. So താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. 8921250988. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ വളരെ യൂസ്ഫുൾ ആയെന്ന് തന്നെ കരുതുന്നു. If you found this video useful, don't forget to like our video, subscribe to my channel and share it with your friends. Thank you.